നമുക്ക് യാതൊരു പ്രയാസങ്ങളും വ്യക്തിജീവിതത്തിൽ ഒരു സ്ട്രഗിളും ഇല്ലാത്തൊരു മനുഷ്യനെ ഹയർ ചെയ്യാനൊന്നും സാധിക്കില്ല. ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഓർഗനൈസേഷനകത്ത് ഉണ്ടാവുക എന്നുള്ള. ആ നിലക്ക് കോർപ്പറേറ്റ് വെൽബീയിങ്ങിനൊക്കെ വളരെയധികം പ്രസക്തി കൂടിക്കൊണ്ടിരിക്കും. ഈ കോർപ്പറേറ്റ് വെൽബീയിങ് കോർപ്പറേറ്റ് ലീഡർഷിപ്പ് എക്സ്പെൻസ് ആയിട്ട് കാണുന്നു വിചാരിക്കാം. അവിടെയാണ് ഈ ഫ്രെയിംവർക്കിന്റെ വ്യത്യാസം വരുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു പുതിയ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഇത് കുറേ കൂടി എളുപ്പമായിരിക്കും ചെയ്യാൻ. പക്ഷെ ആൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിൻ്റെ മുകളിൽ ഈ ഒരു കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു പീനെ കുറിച്ചിട്ടാണ്, പീപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയെ കുറിച്ചിട്ടാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യൽ കുറേ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കൾച്ചറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ മുകളിൽ ഒരു പുതിയ തീരുമാനം വരുമ്പോൾ അത് എങ്ങനെയൊക്കെ അത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായി മെഷർ ചെയ്തിട്ട് മാത്രമേ ആ ഒരു സാധനത്തിലേക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏത് കമ്പനി ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ട്രഡീഷണലായി നടന്നു വരുന്ന എല്ലാ പ്രാക്ടീസുകളെയും ഈ ഓറിയൻറ്റേഷൻ മാറ്റം അഫക്റ്റ് ചെയ്യും. അത് സെയിൽസിനെ ബാധിക്കും, അത് മാർക്കറ്റിങ്ങിനെ ബാധിക്കും, അത് ഫിനാൻസിനെ ബാധിക്കും, അത് HR ബാധിക്കും, ക്യാഷ് ഫ്ലോനെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ടെമ്പററി ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെ അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തുള്ള ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കമ്പനിയിൽ ക്യൂബിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഒരുപാട് ആളുകൾ ഇപ്പം ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നുണ്ട്. അതൊരു ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ക്യാപിറ്റലിസ്റ്റിക് എൻവയോൺമെൻറ്റിൻ്റെ ടൂൾസ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു QBL മോഡലുള്ള പർപ്പസ് ഡ്രിവൺ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിലുള്ള ഭൂരിപക്ഷം ടൂളുകളും ക്യാപിറ്റലിസ്റ്റിക് എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്നതാണ്. വി നീഡ് ന്യൂ ടൂൾസ്. ആ ടൂൾസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ബിസിനസ് ഓണേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് മേ ബി അതിന് സപ്പോർട്ട് വേണ്ടി വരും, കൺസൾട്ടേഷൻ സപ്പോർട്ട് വേണ്ടി വരും. ATBC, Profit with Purpose, Prosperity for All.